ഞാൻ കളഞ്ഞേച്ച് പോന്ന പോലെ ആയില്ലടാ സെറ. എടാ, ആ സിറ്റുവേഷനിൽ ആരായാലും അതേ ചെയ്യൂ. നീ ആണേലും ഞാനാണേലും ആരായാലും. ഹോസ്പിറ്റലിൽ കയറിയപ്പോഴും അവൾ എന്നോട് പറഞ്ഞത്, എന്നിട്ടും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നടാ. It was like a bloody murder. പിന്നെ എന്തായിരുന്നു നമ്മള് ഡെലിവറി ഒന്നും നടത്തി കൊടുക്കണമായിരുന്നോ? പറയണമായിരുന്നു. അവള് അറിയാതെങ്കിലും ആരോടെങ്കിലും പറയണമായിരുന്നു. സെറ, ഇനിയിപ്പോ പഴയത് പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. Now it's the present that matters. ഫ്യൂച്ചറും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ എവിടെ പോയിന്ന് നമുക്കറിയില്ല. ആര് ചോദിച്ചാലും I'm not mad. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പുറത്ത് നമ്മളിത് പറഞ്ഞ അതോടെ തീർന്നു. നമ്മുടെ പഠിത്തവും ഫ്യൂച്ചറും ഒക്കെ. പറയാതിരുന്ന, ആരും അറിയാതിരുന്ന നമ്മളങ്ങ് രക്ഷപ്പെട്ടോളൂ, നമ്മളെ സമാധാനമായിട്ടിരുന്നോളൂ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ലൈഫാണ് ഇമ്പോർട്ടന്റ്. അത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ നമുക്കതങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴേ പൂജ ചെറിയൊരു ബാധ്യതയാവാൻ പാടില്ല ആർക്കും. ശ്രീ നമ്മളോട് ക്ഷമിക്കും. ഏതേലും അവസ്ഥയിൽ അവള് നമ്മളെ ഇപ്പൊ കാണുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അവള് നമ്മളോട് ക്ഷമിക്കും. നമുക്കറിയാവുന്നതല്ലേടാ അവളെ. പൂജ